നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഹ്രസ്വ സന്ദർശനം നടത്തി തിരുവനന്തപുരത്തു നിന്ന് മടങ്ങി. ചെന്നൈയിലെ ഒരു പരിപാടിയിൽ പോകുന്ന വഴിക്കാണ് 2 മണിക്കൂർ തിരുവനന്തപുരത്തെ അദ്ദേഹം സമയം ചെലവിട്ടത്. റെയിൽവേയുടെ പുതിയ ചില ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആയിരുന്നു ആദ്യത്തെ പരിപാടി. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി, അനുസ്മരണത്തിനായി, സന്തോഷത്തിനായി BJP നേതാക്കളും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവരെ ഒപ്പം കൂട്ടി പ്രധാനമന്ത്രി വേദി പങ്കിട്ടു. വലിയ പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയത് 2ാമത്തെ വേദിയിലായിരുന്നു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മോദിയുടെ വാക്കുകൾ കേൾക്കാൻ തിങ്ങിക്കൂടിയത്. എയർപോർട്ടിൽ നിന്നുള്ള മോദിയുടെ വരവ് തന്നെ വലിയ തോതിൽ ലൈവായി എല്ലാവരും കാണിച്ചു. എയർപോർട്ടിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനം വരുന്നത് വരെ റോഡിൻ്റെ ഇരുവശത്തും മോദിയെ കാത്ത് ആയിരക്കണക്കിന് മനുഷ്യർ നിൽപ്പുണ്ടായിരുന്നു. മിക്കവരും തന്നെ പുഷ്പവൃഷ്ടി നടത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. ആദ്യം കാറിനകത്തിരുന്നു കൊണ്ട് തന്നെ ഗ്ലാസ്സിലൂടെ മോദി കൈ കാണിച്ചെങ്കിൽ പിന്നീട് കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ച് സൈഡിൽ നിന്നുകൊണ്ടാണ് മോദി ആളുകളെ അഭിവാദ്യം ചെയ്തത്. അപ്പോഴേക്കും കേരളത്തിൽ പതിവ് പോലെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. മേയർ VV രാജേഷ് മോദിയെ സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ ഇല്ലാതെ പോയതാണ് വിവാദത്തിന് കാരണമായത്. സാധാരണഗതിക്ക് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ തിരുവനന്തപുരത്തെത്തിയാൽ മേയറും മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിക്കുന്നത്. ബാക്കി പല പ്രമുഖരുമുണ്ടാവും, തിരുവനന്തപുരത്ത് MP അടക്കം. ഇക്കുറിയും ഏതാണ്ട് 22 പേരുടെ ലിസ്റ്റായിരുന്നു രൂപം കൊടുത്തത്. അതിൽ അന്തിമ രൂപം വന്നപ്പോൾ മേയർ VV രാജേഷിൻ്റെ പേരുമില്ല, MP ശശി തരൂരിൻ്റെ പേരുമില്ല. തരൂർ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് അത് പറഞ്ഞൊഴിഞ്ഞു. എന്നാൽ മേയർ രാജേഷിൻ്റെ പേരില്ലാതെ പോയത് എങ്ങനെ? മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തകളുമായി രംഗത്ത് വന്നു. വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഓഫീസാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയാൽ പരിപാടിക്ക് ചെല്ലുമ്പോൾ മേയർക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. കഴിഞ്ഞ തവണ മേയർ ആര്യ രാജേന്ദ്രൻ ഈ സാഹചര്യത്തിൽ പണി ചോദിച്ചു വാങ്ങിയതാണ്. പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് വാഹനവ്യൂഹത്തെ മറികടക്കാൻ മറ്റാർക്കും അധികാരമില്ല. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൂടെ തന്നെ വരാൻ കഴിയുമെങ്കിലും മറികടന്നു പോകാൻ സാധ്യമല്ല. മേയർ അടക്കമുള്ളവർ എയർപോർട്ടിൽ വന്നാൽ പരിപാടി തുടങ്ങുമ്പോൾ അവർക്ക് സ്റ്റേജിലെത്താൻ സാധ്യമല്ല. പ്രധാനമന്ത്രി പങ്കെടുത്ത 2 പരിപാടിയിലും സ്റ്റേജിൽ മേയർ രാജേഷ് ഉള്ളതുകൊണ്ടാണ് ഡിലേ ഒഴിവാക്കുന്നതിന് വേണ്ടി മേയറുടെ പേര് വെട്ടിയത് എന്ന് മനസ്സിലാക്കാതെയാണ് വിവാദം കത്തിപ്പടർന്നത്. കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രസിഡന്റിന്റെ വാഹനവ്യൂഹത്തെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തോക്കു ചൂണ്ടിയത് വിവാദമായിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് SPG മേയറുടെ പേര് വെട്ടിയത് എന്നതാണ് വാസ്തവം. വിവാദമില്ലാതെ നിലനിൽപ്പില്ലെന്ന് കരുതുന്ന ചാനലുകൾക്ക് മറ്റെന്താണ് വഴി? എന്തായാലും തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്ക് വലിയ ഉണർവാണ് ഉണ്ടാക്കി കൊടുത്തത്. തലസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതിരുന്നത് പലരെയും നിരാശപ്പെടുത്തിയെങ്കിലും അത്തരമൊരു ഹൈപ്പ് മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചിട്ട് പ്രധാനമന്ത്രി അത്തരം ഒരു പദ്ധതിയെക്കുറിച്ചും പറയാതെ പോയതിൽ ചിലർക്കെങ്കിലും നിരാശയുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഉണർവും ആവേശവും പ്രവർത്തകരിലേക്കും പടർന്നു. മേയറെ കെട്ടിപ്പിടിച്ച് എൻ്റെ പഴയകാല സുഹൃത്ത് എന്ന് അവകാശപ്പെട്ടത് പലരെയും അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഈ നാട് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. സാധാരണക്കാരൻ്റെ പണം അടിച്ചു മാറ്റുന്ന സഹകരണ ബാങ്ക് കൊള്ളക്കാരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നതായിരുന്നു ഇക്കൂട്ടത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളിൽ ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദാബാദിനെയും തിരുവനന്തപുരത്തെയും താതാത്മ്യം ചെയ്തതാണ്. 1987 മുമ്പ് തുടർച്ചയായി തോറ്റിരുന്ന പാർട്ടിയായിരുന്നു BJP ഗുജറാത്തിൽ. 87 അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് BJPയുടെ വരവ്. അഹമ്മദാബാദ് കോർപ്പറേഷന്റെ സൽഭരണമാണ് BJPക്ക് ഗുജറാത്തിൽ ഉണർവുണ്ടാക്കി കൊടുത്തത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ ഭരണം കൊണ്ടാണ് BJP ഇന്ന് രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ സൂചന തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നതായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. എന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒരു സൂചന മാത്രമാണ്. ഇനി BJP കേരളം പിടിക്കും എന്നതിൻ്റെ സൂചന. അത്തരത്തിൽ സൽഭരണം കാഴ്ചവെക്കാൻ VV രാജേഷിന് ഉപദേശിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. വാസ്തവത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണം കൊണ്ട് എങ്ങനെയാണ് ഒരു നാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നത് എന്ന് തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ മോദി വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എത്രമാത്രം മെച്ചപ്പെട്ടാൽ അതിൻ്റെ ഗുണം കേരളത്തിലെ BJPക്കാണെന്ന് മോദി പറയാതെ പറഞ്ഞു. വാസ്തവത്തിൽ അഹമ്മദാബാദ് മോഡലിൽ കേരളത്തിൽ വിത്ത് വിതയ്ക്കാൻ എത്തിയതായിരുന്നു മോദി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സൽഭരണം കാഴ്ചവെച്ചാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത് മാതൃകയായി കരുതുമെന്നും തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കേരളത്തിൽ BJPക്ക് തുടക്കമിടാൻ കഴിയുമെന്നും മോദി പ്രഖ്യാപിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യതയാണ് BJP നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ളത്.
സദസ്സിൽ പുതുതായി വന്ന ഘടകകക്ഷിയായ 2020 എല്ലാമെല്ലാമായ കിറ്റക് സാബുവും ഉണ്ടായിരുന്നു. സാബുവിനും ക്ഷയിക്കാൻ കൊടുക്കാൻ മോദി മറന്നില്ല. മേയറെ കൂടാതെ രാജീവ് ചന്ദ്രശേഖരെ മാത്രമാണ് പ്രസംഗിക്കാൻ അനുവദിച്ചത്. എന്തായാലും മോദിയുടെ വരവ് ഏറെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ BJP പ്രവർത്തകർ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സൽഭരണത്തിലൂടെ കേരളത്തിൽ BJPയുടെ ഒരു പുതിയ മോഡൽ ഉണ്ടാക്കി അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്ത് വഴി ഡൽഹിയിലേക്ക് പടർന്ന BJP ഭരണം കേരളത്തിലും കൊണ്ടുവരും എന്ന് ദൃഢപ്രതിജ്ഞ നടത്തിയാണ് മോദി മടങ്ങിയത്.